ദേശീയ പണിമുടക്കിനെ അവഹേളിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റേത് ഇരട്ടത്താപ്പാണെന്നതിന്റെ തെളിവായി മാറുകയാണ്. നേരത്തെ കൊച്ചിയിൽ നടൻ ജോജോ ജോർജുമായി ഉണ്ടായ കോൺഗ്രസ് പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ ഇന്ധന വില വർധനവിന്റെ ദേശീയപാത ഉപരോധിച്ച് കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്കുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിനായിരുന്നു. അന്ന് സതീശന്റെ അനുയായികളായ കോൺഗ്രസ് പ്രവർത്തകർ ജോജുവിന്റെ വാഹനം അടിച്ചു തകർക്കുകയായിരുന്നു. ഇതുവരെയും ആ അക്രമ സമരത്തെ തള്ളിപ്പറയാൻ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ വരുമ്പോൾ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമായി ജനജീവിതം മുഴുവൻ സ്തംഭിക്കുന്ന ഒന്നായി മാറുന്നു. അത് കാലഹരണപ്പെട്ടതാണോ എന്നൊരു പൊതുസമൂഹം ചർച്ച ചെയ്യട്ടെ. കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അവകാശ പോരാട്ടങ്ങളുടെ ഭാഗമായി രാജ്യത്തെ തൊഴിലാളികൾ ഒന്നടങ്കം നടത്തുന്ന പൊതുപണിമുടക്കിനെ അവഹേളിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണിത്. കാലഹരണപ്പെട്ട ഇത്തരം സമരരീതികൾ മാറണമെന്നാണ് വി.ഡി. സതീശന്റെ ഭാഷ്യം. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. വി.ഡി. സതീശന്റെ അനുയായികളായ കോൺഗ്രസ് പ്രവർത്തകർ 4 വർഷം മുൻപ് കൊച്ചിയിൽ നടത്തിയ അക്രമ സമരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണിത്. ഇന്ധന വിലവർദ്ധനവിനെതിരെ ദേശീയപാത ഉപരോധമെന്ന പേരിൽ കിലോമീറ്ററുകളോളം ഗതാഗതക്കുരുക്കുണ്ടാക്കിയത് ചോദ്യം ചെയ്ത നടൻ ജോജോ ജോർജിന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർക്കുന്നതാണ് അന്ന് കേരളം കണ്ടത്. അക്രമത്തിന് നേതൃത്വം നൽകിയ മുൻ മേയറും കോൺഗ്രസ് നേതാവുമായ ടോണി ചമ്മണി ഉൾപ്പെടെ അന്ന് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. സതീശന്റെ അനുയായിയും DCC പ്രസിഡന്റുമായ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ നടന്ന പൊതുവഴി തടഞ്ഞുള്ള സമരത്തെയും അക്രമത്തെയും തള്ളിപ്പറയാൻ ഇതുവരെ വി.ഡി. സതീശൻ തയ്യാറായിട്ടില്ല. കാലഹരണപ്പെട്ട സമരരീതിയെപ്പറ്റി വാചാലനാകുന്ന പ്രതിപക്ഷ നേതാവിനെ തിരിഞ്ഞുകുത്തുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ അക്രമ സമരം. കൈരളി ന്യൂസ്, കൊച്ചി.